അന്ന് ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ, എടോ പൊട്ട, ഈ മനസ്സിലാക്കണം, ഇപ്പുറത്ത് മെസ്സേജ് ഇടുന്ന ഏതെങ്കിലും ചെക്കനായിരിക്കും. അത് നിനക്കറിയാതെ ഈ അവിടെ ചെല്ലുമ്പോണ്ടാവും ഏതെങ്കിലും ചെക്കന്മാരെങ്ങനെ ഇളിച്ച് നിന്നെയും കാത്ത് നിൽക്കുന്നത്. അത് ഈ മനസ്സിലാക്കിക്കോ. ഞാൻ പറയും, മോനെ അതൊന്നും പോസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛൻ പറയും, അത് ഇവിടെ ഇതാണ് സെൻസർ ബോർഡ്, അപ്രൂവ്ഡ്. പിന്നെ ഇവന്റെ അച്ഛൻ്റെ അടുത്ത് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താ അവനല്ലേ, അവന്റെ ജീവിതല്ലേ. പിന്നെ ഇവര് രാത്രിയൊക്കെ, ഞാൻ എന്റെ രണ്ട് റൂം അടുത്തടുത്താണല്ലോ, ഇവരിങ്ങനെ സംസാരിക്കുന്നേക്കൂ രാത്രിയൊക്കെ. അതൊരു സത്യം കേട്ടോ. എയില് തുടങ്ങുന്ന കുട്ടികൾക്ക് ഒന്നിച്ചങ്ങ് മെസ്സേജിന് പെൺകുട്ടികൾക്ക്. പിന്നെ അങ്ങനെയാണ് കെയിലെത്തിയപ്പോഴായിരിക്കും കൃഷ്ണപ്രിയയിലെത്തിണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവൾ ആ ഹായ്ക്ക് തിരിച്ച് റിപ്ലൈ ഇട്ടതൊന്ന്. അപ്പൊ ഹായ് കൊടുത്തു. അത്രേ ഉണ്ടായുള്ളൂ. ഇവിടെയാണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെയല്ല, അതല്ല. ഈശ്വരാ, ഈ കുട്ടീനെ ഏത് സമയം തേജോവധം ചെയ്യുന്ന പണിയവന്. ഇല്ലല്ല, ഞാൻ സീരീസ് കാണാൻ വേണ്ടി ഇവിടുന്ന് വേഗം ഫുട്ടേജ് പോയത്. എന്റെ മുന്നേ ഏട്ടൻ പോയത് ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങനെ കിടക്കരുത് അമ്മയ്ക്ക് അച്ഛനും പറഞ്ഞ സീരീസ് കാണുകയാണല്ലോ കേട്ടോ. ഞാൻ ഫോൺ ഇങ്ങനെ എടുത്ത് കാണാതെ വെച്ച് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു കാലിൽ കൈയൊന്ന് വിളിച്ചു. ഞാൻ ഞെട്ടിയില്ലേ. ഓ പിന്നെ ഇങ്ങനെ തലയും ഞാൻ ചിലപ്പോ സാരല്ല, എന്നെ വാവേന്നാ വിളിക്കുക, സാരല്ല വാവ പോട്ടെ, ഞാൻ അത്ര മതി. ഇത് അവിടെ അതല്ല. തുടങ്ങിയോ, കുറച്ചേരം കൊണ്ട് കരഞ്ഞൂടി, ഇതെന്റെ സ്ഥിരം പതിവല്ലേ. ഇത് നമ്മൾ ഇത് ഇത്രയൊന്നും വേണ്ട, പെണ്ണുങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇത് എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോ സാരല്ല കേട്ടോ അത്രയൊന്നും പറഞ്ഞു. എന്തൊരു പറയാത്തേ പറയാൻ തോന്നണ്ടേ. ഞാൻ ഇവിടെ വരുമ്പോഴും എപ്പോഴെങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞുള്ളൂ. കല്യാണം തന്നെ അവരോട് പറഞ്ഞില്ലേന്നു കേട്ടോ. അല്ല ശരി, ഞാൻ അറിഞ്ഞ എന്റെ കസിൻ പറഞ്ഞിട്ടാണ്, അമ്മിനിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞവരെ കല്യാണം ഉണ്ട്. സത്യം പറഞ്ഞ അങ്ങനെ സങ്കടമായിരുന്നു. ഞാൻ അവള് പഠിക്കുന്ന സമയത്ത് വിളിക്കലൊന്നും ഉണ്ടായില്ല. ഇല്ല, പഠിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇന്ദുമോളോട് മൈൻഡ് ഇതാണെന്ന് വെച്ച് പറഞ്ഞില്ല. കാരണം ചേട്ടന്റെ കല്യാണം എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ നിക്കുന്നത് ഇപ്പൊ അങ്ങനെയാണ്. അനിയത്തിമാർക്കായിരിക്കുമല്ലോ അങ്ങനെ ഫുൾ ഒരു ഇത് വരെ. അപ്പൊ വെറുതെ ആ ഒരു ടൈമില് പറഞ്ഞ് മൈൻഡ് ഇതാക്കണതെന്ന് പറയാഞ്ഞതാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. നമസ്കാരം. ഓൾറെഡി ഞാൻ ഇതേ ഒരു ഇൻട്രോ ഇതിനു മുമ്പും ഒരു വീഡിയോയ്ക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, വ്യത്യസ്തമായ കണ്ടന്റുകൾ കൊണ്ട് നമ്മുടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ തന്ന് ഞാൻ ഓൾറെഡി വീഡിയോയിലേക്ക് പോയത് നമ്മുടെ ശരത്തിനെയും കൃഷ്ണപ്രിയനെയും ഇന്റർവ്യൂ ചെയ്യാനാണ്. അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ശരത്തിന്റെ ഫുൾ ഫാമിലിയാണ്. അതായത് നന്ദൂട്ടൻ ബ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയും ശരത് പുതിയടത്ത് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെയും നമുക്കൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാരും തമ്മിൽ തമ്മിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്താ ഒരു ഇഷ്ടായില്ലേ ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞേ? അത് ഓൾറെഡി കഴിഞ്ഞ ഇന്റർവ്യൂല് ഇത് തന്നെ കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ശരത്ത് ഇങ്ങനെ അത്രയ്ക്കൊക്കെ ഉണ്ടോ, നിങ്ങൾ ചുമ്മാ അറിയല്ലേ എന്നൊക്കെ അല്ല. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചുമ്മാ അറിയാന്ന്? അറിയില്ല, നന്ദും തന്നെയാ പറയാ. സത്യം പറഞ്ഞാല് ഓക്കെ ശരത്ത് തുടങ്ങി വെച്ചു. പക്ഷെ അതിലൂടെ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഇപ്പൊ ഈ ഇരിക്കുന്നതിനകത്ത് ഫെമിലിയർ ആയിട്ട് നമുക്ക് വരുന്ന ഫേസ് അമ്മേന്റെ കഴിഞ്ഞാ പിന്നെ ശരണ്യന്റെ പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളെയൊക്കെ ഇങ്ങനെ മുൻപന്തിയിലേക്ക് എത്തിച്ചിട്ട് അണിയറ പ്രവർത്തകനായിട്ടായിരുന്നല്ലോ മെയിൻ ആയിട്ട് ശരത്ത് നിന്ന്. അത് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അച്ഛനെ കൊണ്ടുവരുന്നു. പിന്നെ അത് കഴിഞ്ഞതാ ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യനെ കൊണ്ടുവരുന്നു. എന്താ അമ്മയ്ക്ക് പറയാനുള്ള ഫസ്റ്റ് ഇതിന്റെ ഒക്കെ തുടക്കം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നന്ദു ആ കോവിഡിന്റെ സമയത്താണ് ഇവിടുന്ന് വെറുതെ എല്ലാരും വീട്ടിലിരിക്കല്ലേ, അപ്പോഴാണ് ഈ കുട്ടികൾക്ക് അച്ഛനെ കുറെ സമയം വീട്ടിൽ കിട്ടുന്നതും. അപ്പൊ ഒരു ദിവസം വെറുതെ ഇവനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഞങ്ങൾക്ക് ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അതിലിടാൻ വേണ്ടി വെറുതെ വീഡിയോ എടുക്കും. എന്നിട്ട് അതിലിങ്ങനെ ഇവൻ ഓരോ മ്യൂസിക് ഇട്ടിട്ട് അതിങ്ങനെ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിലിടും. അപ്പൊ അവരൊക്കെ എല്ലാവരും പറയും, വീട്ടിലുള്ള എല്ലാവരും ഫാമിലിയിലുള്ളവരൊക്കെ പറയും നല്ലതാണ് ചെയ്തോ. അങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത്.
പിന്നെ വെറുതെ ഒരു എന്താ സൈക്കോ മമ്മി പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ അത് ഷൂട്ട് ചെയ്ത് പിന്നെ വീഡിയോയില് ഐഡിയ നന്ദുട്ടനില് അഭിനയിക്കാൻ ഇഷ്ടമായിട്ടാണ് എന്റെ അനിയത്തിന്റെ മോള് പാറു. അവള് ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് അവളും വീഡിയോയില് കൂടെയിരുന്നു. അങ്ങനെ വീഡിയോ തുടങ്ങുന്നത് അതിലിങ്ങനെ തുടങ്ങിയിട്ട് അന്നൊന്നും വ്യൂസ് ഒന്നും അധികം ഇല്ലാതെ പിന്നെ ഇങ്ങനെ ഇവൻ വീഡിയോ എടുക്കുക ചെയ്യുക നല്ലതല്ലേ അങ്ങനെയൊക്കെ പറയെങ്കിലും ഇത്ര വീഡിയോ ഇട്ടാ നമുക്ക് നല്ല റീച്ച് ആകും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവൻ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് ഞങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാല്. പൈസ കിട്ടും യൂട്യൂബിൽ നിന്നൊക്കെ പറയുമ്പം അത് ശരിയാണെന്നൊന്നും തോന്നിയില്ലായിരുന്നു അന്ന്. പിന്നെ ഒന്ന് എങ്ങും എത്താതെ ഇങ്ങനെ ചാനൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പോകാൻ പറഞ്ഞ എത്രയോ 100 വീഡിയോയോ അങ്ങനെ എന്തോ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടാനാകും, റീച്ച് കിട്ടും, അപ്പോഴത്തേക്ക് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആകും. അപ്പം നമ്മൾ എന്താ അതിനിപ്പോ എന്നും എല്ലാരെയും കൂടെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കുന്ന കാര്യം സാധിക്കാതായ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എന്താ അമ്മേ ചെയ്യാ, അങ്ങനെ ചെയ്താൽ എല്ലാവരും വലിയ വലിയ യൂട്യൂബർ ആവും അങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എന്നാ മോനെ ഞാൻ നിന്റെ കൂടെ ഒരു കുക്കിംഗ് ചാനലിന് ഞാൻ വീഡിയോ എടുക്കാൻ കൂടെ പറഞ്ഞിട്ട് അങ്ങനെ കുക്കിംഗ് ചാനൽ തുടങ്ങുന്നത്. കുക്കിംഗ് ചാനൽ തുടങ്ങി ആദ്യം തന്നെ എന്താണ് ഒരു കറമൂസ കറി, അതായത് പപ്പായ അതുകൊണ്ട് കറി ഉണ്ടാക്കുന്നത്, പിന്നെ പരിപ്പും ചേനയും കൂടെ കറി വെക്കാൻ. ഇതൊക്കെയാണ് ഫസ്റ്റിലെ വീഡിയോ അതിലെടുത്തിട്ട് ഫേസ് കാണിക്കാതുള്ള വീഡിയോ ആണ്. എനിക്ക് സത്യം പറഞ്ഞ ഇവൻ ഇങ്ങനെ പറയുമ്പോ എന്താണെന്നൊന്നും അറിയില്ല. ഇത് ആൾക്കാർ കാണും അമ്മേ, അപ്പം ഇവൻ ആരെടുത്തും പറഞ്ഞിട്ട് നമ്മൾ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല, ഇത് സെർച്ച് ചെയ്തിട്ട് വേണം ആൾക്കാർ കാണുക, അല്ലാതെ കാണാൻ പാടില്ല. അപ്പൊ ഇവന്റെ ഒരു ഫ്രണ്ട് അന്ന് തൃശ്ശൂർ എവിടെയുള്ള ഒരു കുട്ടിയുണ്ട്, അപ്പൊ അവളെ വിളിച്ചിട്ട് അവളോട് പറയുന്ന ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ പറ്റുമോ നോക്ക്. അപ്പൊ കുറെ ആ കുട്ടി എത്രയോ സമയം സെർച്ച് ചെയ്തിട്ട് അന്ന് കണ്ടു എന്ന് എന്തോ പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് കുക്കിംഗ് ചാനലിൽ ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങുന്നത്. പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു ഷോർട്സ് ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് ആവും, അപ്പോൾ ഇത്ര ഷോർട്സ് ഇടണം പറഞ്ഞിട്ട് അതിലേക്ക് കുറെ ഷോർട്സ് എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ ഞാൻ സത്യം പറഞ്ഞാൽ MA മലയാളമാണ്. ഞാൻ പറഞ്ഞ അത് പഠിച്ചത് ഞാനൊരു കുക്കിംഗ് ചാനലിൽ ഇങ്ങനെ എന്തൊക്കെയോ കുറെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഞാൻ പഠിച്ച അതൊക്കെ കുറെ അതിലിങ്ങനെ കുറെ എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങനെ. പക്ഷെ അത് സത്യം എന്ത് പറഞ്ഞ പോലെ അതിലിങ്ങനെ ആൾക്കാർ വീഡിയോ കാണാൻ തുടങ്ങുന്നു, മോണിറ്റൈസേഷൻ ഓൺ ആകുന്നു, ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു $100 കിട്ടുന്നു. അപ്പൊ ഇവൻ പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാണ്, പൈസ കിട്ടും എന്നുള്ള ഒരു ഒരു ഇതിലേക്ക് ഞങ്ങൾ ഇങ്ങനെ വരുന്നത്, പൈസ കിട്ടും അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പണങ്ങും. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് ഇവൻ കുക്കിംഗ് ചാനലിലാകുമ്പോ അതിൽ ഓരോന്ന് ഇവനാണെങ്കിൽ ക്യാമറയിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം. നമ്മൾ ചട്ടി വെച്ചിട്ട് ഇത് ചൂടാകുന്ന സമയത്ത് ഇവനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഓടിപ്പോയി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാകുമ്പോ ഞങ്ങൾ രണ്ടാളും കൂടെ എത്രയോ തവണ തെറ്റും. അപ്പൊ ഇതിന് അവസാനം അതെ 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 അങ്ങനെ അതില് പിന്നെ ഞങ്ങൾ കുറെ പിണങ്ങി. അപ്പൊ എന്റെ വിചാരം ഇത് വീഡിയോ ഇടാതിരുന്ന എന്തോ ആവോ. പിന്നെ ഇവന് ഞാൻ ഇവിടുന്ന വേണ്ട, ഇവൻ പറയുന്ന ഞാൻ ചാനൽ നിർത്തി ഇനി വേണ്ട. പിന്നെ എന്തായാലും അതിലൂടെ അങ്ങനെ അവൻ പറഞ്ഞ പോലെ അതിലേക്ക് എത്തുന്നു. പിന്നെ മറ്റേ ചാനലിലും അതില് അവന്റെ മെയിൻ പേജ് ആയിട്ടുള്ള ഐഡിയ നന്ദുട്ടനിലെ വീഡിയോസ് കുറച്ചുകൂടെ ഇട്ട് തുടങ്ങുന്നു. അപ്പൊ അതങ്ങനെ ആൾക്കാർ കാണാൻ തുടങ്ങുന്നു. അവൻ പറഞ്ഞ് ശരിയാണെന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ എത്തി ഇത്ര വരെ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. ഇനി അതിന്റെ ഇടയ്ക്കാണ് അവനൊരു നന്ദുട്ടൻ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു പേജും കൂടെ തുടങ്ങി. അതൊക്കെ തുടങ്ങിയ സമയത്ത് ഞാനൊന്നും സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. ഞാൻ എന്തിനാ മോനെ ഇപ്പൊ ഒരു വ്ളോഗിന്റെ പേജും കൂടെ, കാരണം എല്ലാം കൂടെ നിനക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാവോ, ഇത്രയും കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നില്ലേ, എല്ലാരെയും കോർഡിനേറ്റ് ചെയ്ത് വീഡിയോ എടുക്കണം, പിന്നെ കൂടാതെ ഒരു വ്ളോഗിന്റെ ഒരു പേജ്, അതിലേക്ക് വേണ്ട വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, ഇതെല്ലാം നീ ചെയ്യണ്ടേ പറഞ്ഞിട്ട് ഞാനൊന്നും സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ എപ്പോഴും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിന് അന്ന് കുഞ്ഞേട്ടനാണ് ഇതിനൊക്കെ, അച്ഛനാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് മോനോട് അവൻ ചെയ്തോട്ടെ, അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവന് പറ്റുന്ന കണ്ടിട്ടല്ലേ ചെയ്യുന്നത് പറയും. ഞാൻ പറയുന്നത് ഇവന്റെ ഉറക്കം ഇവരില്ലാത്തോണ്ട് ഇവരോട് കാണൂല. ഇവൻ ഉറങ്ങുന്ന സമയം പുലർച്ചെ 3 മണി, പിന്നെ രാവിലെ ആകുമ്പോഴേക്കും എഴുന്നേൽക്കുന്നത്, പിന്നെ അടുത്ത വീഡിയോ എടുക്കുന്നത്. ഇത് കാണുമ്പോൾ ഇവന്റെ ഉറക്കം തീരെ ശരിയല്ല എന്നുള്ള അതിലാണ് ഞാനത് വേണ്ട, ഇനി വ്ളോഗിന്റെ പേജും കൂടെ വേണ്ട എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്, അവൻ പറഞ്ഞത് എനിക്ക് എപ്പോഴും എല്ലാരും വീഡിയോ എടുക്കാൻ കിട്ടാതിരിക്കും, എനിക്ക് എപ്പോഴും നല്ലത് ഈ പേജാണ്, അത് അമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ശരിക്കും മനസ്സിലായി. അവൻ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേജ് അവൻ അതുകൊണ്ടാണ് പിന്നെ ഒന്നുകൂടെ ഉണ്ടാക്കിയെടുത്തത്. അതാണ് അച്ഛനാണെങ്കിലും ഈ ഫസ്റ്റ് ഈ ഒരു തരത്തിലേക്ക് നന്ദു ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്, ഈ ഒരു ഫീൽഡ് മതി. മെയിനായിട്ട് അച്ഛന്മാർക്കാണല്ലോ ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ ഉത്തരവാദിത്തം ഏൽക്കേണ്ട ആളാണ്, അതങ്ങനെ കളിച്ചു നടന്നാൽ പറ്റും. ഈ ആ ടൈമിലെന്ന് വെച്ചാൽ കോവിഡ് ടൈമിലെന്ന് വെച്ചാൽ എല്ലാവരും തുരുതുരാന്ന് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈം. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഒന്നും ആവുമോ, എന്താകും, അങ്ങനെ ഒരു
അല്ല അവന് താല്പര്യം ഇതാണ് മെയിനായിട്ട്. കാരണം എത്ര സമയം വേണേ അവൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കും. അങ്ങനെ ഒരു ഇത് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ അവൻ പറഞ്ഞിങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവന് ചെറിയ ചെറിയ എന്താ ക്യാമറ ആരെ കൊടുത്ത് ആദ്യം ഏട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ വാങ്ങിക്കൊടുത്ത് സ്വന്തം പ്രയത്നത്താൽ അവൻ ഇതുവരെ എത്തിയത്. ആ നമ്മള് പഠിക്കാനും പോയില്ല, അതൊക്കെ യൂട്യൂബിൽ നോക്കി നിന്ന് പഠിച്ച് അങ്ങനെ ഈ ലെവലിൽ എത്തിയത്. അല്ല അതെ, അവനെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നത്, നമ്മളൊന്നുമല്ല. അല്ല, ആ ഒരു ടൈമില് സാധാ ഉള്ള അച്ഛന്റെ അമ്മയുടെ ഒരു കൺസേൺ ആണ് മെയിൻ. ഇങ്ങനെ യൂട്യൂബ് ചാനലും കൊണ്ട് ഇരുന്നിട്ട് എന്താവാനാണ്, ഭാവി സുരക്ഷിതമാക്കണ്ടേ, ആ ഒരു ഏജ് ആയിരുന്നല്ലോ അപ്പൊ നന്ദുവിന്റെ. അല്ല, അവന്റെ ആഗ്രഹം എന്താ അത് നടക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തി ഞങ്ങളുണ്ടല്ലോ. അതെ, എന്ത് നല്ല അച്ഛനും അമ്മയാണ്. അത് സത്യമായിട്ടോ. ഞാൻ പക്ഷെ അല്ല, എവിടെയെങ്കിലും ഒരു സ്കൂളിൽ ഒരു പ്യൂണിന്റെ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ റിട്ടയർഡ് ആകുമ്പോഴേക്കും അങ്ങനെ ചെയ്യണം. ഇവനൊരു വരുമാനം ഇല്ലാതെ പക്ഷെ അപ്പോഴേക്കും ഇവന് കൃഷ്ണപ്രിയനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു കുട്ടി വരുന്ന സമയത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ട എന്തെങ്കിലും, ഞാനിതിങ്ങനെ പറഞ്ഞു വിടുന്ന ഇങ്ങനെ എന്തെങ്കിലും നോക്കണം കുഞ്ഞേട്ടാ, അവിടെ ആരടുത്തൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തത് ആ സമയത്ത്. പക്ഷെ ഇവന് ഞാൻ അങ്ങനെ എനിക്കൊരു ശമ്പളം കിട്ടുന്ന ഒരു ഇത്ര മണിക്കൂർ പോയി ജോലി ചെയ്യുന്ന പണിക്ക് പോകാൻ എനിക്ക് പറ്റൂല എന്ന് ഇവനെപ്പോഴും പറയുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പൈസ ചെലവാക്കണ്ട, ഞാൻ ചെയ്തോളൂ, എനിക്ക് ക്യാമറ വാങ്ങി തന്നാ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവനാണ് അന്ന് അങ്ങനെയൊക്കെ അത് തന്നെ മതി. പിന്നെ നിങ്ങളിപ്പോ ചോദിച്ചില്ലേ അങ്ങനെ ആവണം അങ്ങനെ ആവണം, കുഞ്ഞേട്ടൻ അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. അല്ല ഇഷ്ടമുള്ള പണിയെടുത്താലേ മുന്നോട്ട് പോവുള്ളൂ. ഇതിപ്പോ അവനൊരു പ്രശ്നമില്ല, 2 മണി 3 മണി 4 മണി ഒക്കെ അവൻ അവന്റെ മുന്നിൽ തന്നെയാണ്. അല്ല, സാധാ അത്രയും അച്ഛന്മാരുടെ ഒരു ടെൻഷൻ അല്ലേ ഈ പറഞ്ഞ പോലെ, ഞാൻ കഴിഞ്ഞ എന്റെ വീട് നോക്കേണ്ടത്, ആ ഒരു സാധനം ഇല്ലേ? അതിപ്പോ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഞാനായാലും ആരായാലും അങ്ങനെ തന്നെയാണല്ലോ. അതൊക്കെ ഇങ്ങനെ ഒരു ഇതാണ്. അത് ഓൾറെഡി നന്ദുവിന്റെ വ്ളോഗിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. അച്ഛൻ ഭയങ്കര ചില്ലാണ്, ഭയങ്കര ഓവറായിട്ട് ഫ്യൂച്ചറിനെ പറ്റി ടെൻഷൻ അടിച്ചിട്ടുള്ള മറ്റേ ബലം പിടിച്ചിട്ടുള്ള അച്ഛനൊന്നുമല്ല, ചില്ലാണ്. ഒരിക്കലുമില്ല, അതെ, ഒരു ടെൻഷനും ഇല്ല അവന്റെ കാര്യത്തിലും ഇല്ല. ഇപ്പൊ മോളെ കാര്യത്തിൽ അവളെ അങ്ങനെ ആയിക്കോളും. അതല്ലാതെ നമ്മളിപ്പോ ഒന്നും വിചാരിക്കുമ്പോൾ ഒരിക്കലും ഒരു സ്ഥാനത്ത് എത്തൂലല്ലോ. അതാണല്ലോ എന്താ ഇൻട്രസ്റ്റ്, ഇന്ദുവിന്റെ ഇൻട്രസ്റ്റ് എന്താന്ന് അച്ഛന് തോന്നിയിട്ടുള്ളേ? നന്ദുവിന്റെ ഇൻട്രസ്റ്റ് ഇതാന്ന് മനസ്സിലായി. ട്യൂട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോന്നൊക്കെയാണ് പറയുന്നത്. അതെ, ടീച്ചിങ് ഞാനോ ഇതിനെ കുറിച്ച് ടീച്ചിങ് ഇല്ലേ? അല്ല, എന്താ ചേട്ടൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇങ്ങനെ പോകുന്നു? ഈ ഫീൽഡിലേക്ക് എനിക്ക് തീരെ താല്പര്യമില്ല. ഇല്ല. എന്നാലും ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ പറയാൻ എങ്ങനെ ബുദ്ധിമുട്ടിച്ചാ. ഫ്യൂച്ചർ പ്ലാൻ നല്ല രീതിയിൽ ഞാൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. അത് ഇവിടെ പറയാൻ വേണ്ടി മാത്രം പറയരുത്. അത് കേട്ട് വേറെ കുടുംബക്കാർക്ക് എന്നെ സങ്കടം തോന്നി പിന്നെ ഓര് വിളിച്ചു വെക്കാന്. അതെ, സീക്രട്ട് ആണ്. അങ്ങനെയില്ല, എല്ലാവർക്കും അറിയാം. കുടുംബക്കാർക്കല്ല. ഇപ്പൊ വെറുതെ ഇരിക്കുകയാണ് മെയിന്. കുറച്ച് വെറുതെ ഇരിക്കണം. ഇത്രയും കാലം വെറുതെ ഇരുന്ന് സ്ഥിതിക്കുന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏട്ടൻ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഏട്ടൻ തന്നെ ഇടുന്നുണ്ട്. ഏട്ടൻ തന്നെ ഒരു പണിയുണ്ട്, ഞാൻ ചെയ്യാറില്ല. റീച്ച് ഉണ്ട്, 1 മില്യൺ എല്ലാ വീഡിയോ ഇടുമ്പോ മില്യൺ. അതെ, ഇതിനിപ്പോ ഫാൻസ് ഒക്കെ ആയി. ഓൾറെഡി ഫാൻസ് ഉണ്ട്. അതെ, ഓൾറെഡി നന്ദുവിന്റെ ഇൻസ്റ്റയിലൂടെ എന്താ പറയാ, പാറു, അപ്പു, ഇന്ദു, അമ്മ ഇവരൊക്കെ ഫേമസ് ആണ്. എന്നുവെച്ചാൽ മെയിൻ നിങ്ങളുടെ കണ്ടന്റ്സ് ആണ്. ഫസ്റ്റ് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആൾക്കാരിലേക്ക് മെസ്സേജ് കൊടുക്കുക എന്നുള്ള ടൈപ്പ് കണ്ടന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊതുവെ ആൾക്കാര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എത്രയും പെട്ടെന്ന് റീച്ച് ആവുക എന്നുള്ള ഉദ്ദേശത്തില് അങ്ങനെയാണല്ലോ മെയിൻ കണ്ടന്റ്സ് സെലക്ട് ചെയ്യുക. പക്ഷെ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു മെസ്സേജും കൂടെ കിട്ടണം. ഇമോഷണലി കണക്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ പാറു മുത്തശ്ശീന്റെ കൂടെ നിൽക്കുന്നതായിട്ടൊരു റീല് പോസ്റ്റ് ചെയ്തില്ലേ? നന്ദു ഇങ്ങനെ അതൊന്നും അല്ല, അല്ലല്ല, ഞാൻ പറയാണ് അങ്ങനത്തെ സാധനങ്ങള് ഇമോഷണലി കണക്ട് ചെയ്യുന്ന ആ ടൈപ്പ് കണ്ടന്റിലേക്കൊക്കെ ചിന്തിക്കാൻ ആ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്. അതിലേക്ക് വന്നത് ആദ്യം തന്നെ ഇവൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാല് ഇവൻ പറഞ്ഞ അച്ഛമ്മേനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു വീഡിയോ ചെയ്യാണ്. അപ്പൊ ഞങ്ങള് അയ്യോ ഇതൊന്നും ചെയ്യല്ല, ഇവിടെ മനുഷ്യന്മാർ എന്തൊക്കെയോ പറയും, ഞങ്ങള് പുറത്തിറങ്ങി നടക്കാനുള്ളതാണ്. ഞങ്ങള് സമ്മതിക്കേ ചെയ്തില്ല. ഞാനും ഏട്ടനും മുക്കത്ത് പോയ സമയത്ത് ഇവന്റെ അച്ഛമ്മ ഇടയ്ക്ക് ഇവിടെ താമസിക്കാൻ വരും. അപ്പൊ അന്ന് അച്ഛമ്മ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവനും അച്ഛമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ പുറത്തു പോയ സമയത്ത് ഇതുപോലെ ഇമ്പല് സെറ്റ് ചെയ്തിട്ട് അച്ഛമ്മേനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു വീഡിയോ ചെയ്ത്
ഞങ്ങൾ വരുമ്പോഴേക്കും അത് വീഡിയോ എടുക്കലും പോസ്റ്റിങ്ങും കഴിഞ്ഞുണ്ട്, എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും കഴിഞ്ഞു. ഞങ്ങൾ പുറത്ത് വരുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വൈറലായി. ഇത്രയും പ്രായമായ ഒരു അമ്മേനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പറഞ്ഞിട്ട്. പിന്നെ ഇവൻ അതുപോലെ എന്റെ അച്ഛനെ ഉപദ്രവിക്കുന്ന, അടിക്കുന്ന ഒരു വീഡിയോ അതും അതങ്ങോട്ട് കണ്ടിട്ട് അതിനൊക്കെ ഭയങ്കര ഫാമിലിന്നൊക്കെ ഭയങ്കര നെഗറ്റീവ് കമന്റുകൾ. ഫാമിലിയിലുള്ളവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ നമ്മളെ വല്ലാതെ പറയുന്ന ഇങ്ങനെ അതൊന്നും ഇവന് മുഴുവനായിട്ട് അറിയാഞ്ഞിട്ടാണ്. എന്റെ ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് അങ്ങനെയുള്ള, എന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടെ തൊട്ടടുത്ത് അല്ലാതെ അവര് എന്താ ഇങ്ങനത്തെ വീഡിയോ ആണോ ചെയ്തിടുക, ഇത് എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് പറഞ്ഞിട്ട് അങ്ങനെ വല്ലാതെ അന്ന് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇവൻ പറയുന്നത് അമ്മ ഇത് സമൂഹത്തിൽ സംഭവിക്കുന്നതായിട്ടില്ല ആൾക്കാർക്ക് ഇത്ര പൊള്ളുന്നത്. അതുകൊണ്ടല്ലേ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഞാനത് അമ്മച്ചനെ ചെയ്യുന്നതല്ലല്ലോ. ഇവനത് പക്ക എഡിറ്റിംഗ് ആണ്, അച്ഛന് കൂടിയിട്ടാണ് ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. ഇവന്റെ അടുത്ത് വിളിക്കും വാ മോനെ വീഡിയോ ചെയ്യാ പറഞ്ഞിട്ട്. പിന്നെ ഒരു കപ്പ ആദ്യം തന്നെ വൈറലായ ഒരു വീഡിയോ, കപ്പ നടുന്നത് ആദ്യം തന്നെ കപ്പേന്റെ തണ്ട് നടും, അത് പകരമായിട്ട് ഇവൻ കപ്പ എടുത്ത് കൊണ്ടുപോയിട്ട് എങ്ങനെയാ നടേണ്ടത് ചോദിക്കുന്ന ഒരു വീഡിയോ ചെയ്തതാണ് ഫസ്റ്റ് വല്ലത് വൈറലായി ഉണ്ടായിരുന്നു. അത് ചെയ്തപ്പോ എല്ലാവർക്കും നല്ല ഫണ്ണിയായിട്ട് തോന്നി. പിന്നെയാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇവൻ ഇടാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഇവന്റെ പേജ് കുറച്ചങ്ങോട്ട് വളരാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് അവൻ പാറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഭിനയിക്കാൻ ഇഷ്ടമാണ് പാറുവിന്. അപ്പോഴാണ് പാറു എന്റെ അനിയത്തിന്റെ മോളാണ്, അപ്പൊ അവളെയും കൂട്ടിയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പം ഇവൻ പറഞ്ഞ് കുറച്ച് സെൻറ്റി ആയിട്ടുള്ള കണ്ടന്റ്സ് ഇട്ടാലാണ്. അങ്ങനെയാണ് പാറുവിനെ വെച്ചിട്ട് ഇവന്റെ അച്ഛമ്മ പാറുവിനെ ഉപദ്രവിക്കുന്നതായിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. അതെ, ആ ഒരു അങ്ങനത്തെ ഒക്കെ സ്കിറ്റ്, അതിന്റെ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാരും കൂടെ ചർച്ച ചെയ്യാറുണ്ടോ, അതോ ഒറ്റയ്ക്കാണോ? അതൊക്കെ ചർച്ചയൊന്നും ഇല്ല. ഇവൻ അപ്പൊ വരുന്ന ഡയലോഗ് ഇവനെന്താ തോന്നുന്നത് വെച്ചാല് അത് ആ സമയത്ത് പറയുന്നു. ചിലതൊക്കെ മാത്രം ചിലപ്പോ എനിക്ക് എന്തെങ്കിലും തോന്നിയാൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യും. ബാക്കിയുള്ളൊക്കെ അന്നപ്പോ റഫ്ലി വരുന്ന ഡയലോഗ്സ് പറഞ്ഞു കൊടുക്കുക. അതെ, അങ്ങനെയേ ഉള്ളൂ. ഈ പറഞ്ഞാല് ഹിന്ദുവിന്റെ ഇടപെടലൊന്നും എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ അനിയത്തി എന്നുള്ള നിലയ്ക്ക്? മീൻസ് ഫാമിലി ആയിട്ട് നമ്മൾ കണ്ടന്റ് എടുക്കുമ്പോൾ എല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ഒരു കണ്ടന്റ് ആക്കി മാറ്റും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ ഒരാൾ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐഡിയ എല്ലാവരും കൂടെ ചേർന്ന് ഇമ്പ്രൂവ് ആക്കുക ചെയ്യുക. ആ ടൈമിൽ തന്നെ എടുത്തോണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് അതിന്റെ ഒരു അതിന് മുമ്പായിട്ടൊരു അങ്ങനത്തെ ഒരു ഡിസ്കഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പിറ്റേന്ന് ദിവസത്തേക്ക് കുറച്ച് കണ്ടന്റ് എന്തെങ്കിലും, അപ്പൊ ചില സമയത്ത് ഇരുന്നിട്ട് ചിലപ്പോ എന്തെങ്കിലും നമുക്ക് നാളെ എന്താ 5-6 കണ്ടന്റ്സ് ഒക്കെ അടുപ്പിച്ച് ചെയ്ത ദിവസം എടുക്കുമ്പോൾ പ്ലാൻ ചെയ്യും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന പോലെ ഫസ്റ്റ് തന്നെ ഓക്കെ ഞങ്ങൾ ചെയ്യുന്ന കണ്ടന്റ്സ് ഒക്കെ ആൾക്കാർ ഏറ്റെടുത്ത് തുടങ്ങി എന്നുള്ള ആ ഒരു ഫസ്റ്റ് ഒരു ഇത് കിട്ടൂലോ. ഓക്കെ നമ്മളെ ആൾക്കാർ അറിയാൻ തുടങ്ങുന്നു, നമുക്ക് നമ്മുടെ കണ്ടന്റിന് വാല്യൂ കിട്ടുന്നു. ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു മൈൻഡിൽ എന്തായിരുന്നു തോന്നിയത്? ഒന്നും തോന്നിയില്ല, എനിക്കൊന്നും തോന്നിയില്ല. റീച്ച് ആകണ്ടെന്ന് പറയും. അച്ഛൻ ഓക്കെ പോട്ടെ നന്ദുവിനെ ഞാൻ വരെ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. ഞാൻ വരെ എടുക്കുമ്പോ ഞാൻ അവിടെ കിടക്കുക കാണുക, മൊബൈൽ നോക്കി കളിക്കും. പിന്നെ വിഷ്വൽ എടുത്തിട്ടു. അത് ഇതെന്ത് ചെയ്താലും ഇല്ലേ, ഇവൻ ഓരോ വീഡിയോ ചെയ്യുമ്പോ ചിലത് ഞാൻ പറയും മോനെ അതൊന്നും പോസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ അച്ഛന്റെ അടുത്ത് പോയി അച്ഛൻ പറയും അത് ഇവിടെ ഇതാണ് സെൻസർ ബോർഡ് അപ്രൂവ്ഡ്. മോനെ നീ ചെയ്തടാ. ഞാൻ ചില വീഡിയോ ഞാൻ പറയും ഇത് ചിലതൊക്കെ ഇവനും ചെയ്തൊരു വേറൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല ഏതാന്നുള്ളത്. എനിക്ക് ഇപ്പോഴും ആ വീഡിയോനോടൊന്നും യോജിക്കാൻ പറ്റൂല. അപ്പം അതൊക്കെ എടുത്തിട്ട സമയത്ത് ഫാമിലിന്ന് എല്ലാരും വളരെ മോശമായ തരത്തിൽ നെഗറ്റീവ് വീഡിയോ അത്. പക്ഷെ നെഗറ്റീവ് വീഡിയോ ആണ്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സ് എടുത്ത് സ്റ്റോറി ഇട്ട്, അപ്പൊ അതിന്നൊരു ആ വീഡിയോ കിക്ക് തോന്നുന്നു 9 ലക്ഷം ഷെയർ ഇപ്പോഴും ഉണ്ട്. 9 ലക്ഷം ഷെയർ, അത്രയും ഷെയർ. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത വീഡിയോ ആ നെഗറ്റീവ് വീഡിയോ തന്നെ. പക്ഷെ അതിലൊരു യൂത്ത് എന്തോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും. പക്ഷെ ആ കണ്ടന്റ്സ് ഞങ്ങള് പക്കാ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ഒരു 18+ കണ്ടന്റ് ഉള്ള രീതിയിൽ എടുക്കാതെ നോർമലി ഉള്ള കണ്ടന്റ്സിലേക്ക് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് എത്താൻ പറ്റിയത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ യൂത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യേനി, പക്ഷെ ഞാൻ ഇപ്പൊ അങ്ങനത്തെ കണ്ടന്റ്സ് ചെയ്യുന്നില്ല. അപ്പൊ മക്കള് അപ്പൊ അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ ഫുള്ള് പൊട്ടൻ കളിയാണല്ലോ മൊണ്ണയാണല്ലോ എന്നുള്ള കമന്റ്സും കാര്യങ്ങളും കുറെ ഏറ്റി വാങ്ങേണ്ടി വരും. കുട്ടികള് കാണുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അന്നൊക്കെ അവരുടെ അടുത്ത് ഞാൻ പറയും ഫാമിലി ആയിട്ട് ഇരുന്നിട്ടായിരിക്കും ചിലപ്പോ കുട്ടികൾ ടിവിയിലാണ് ഇപ്പൊ പ്ലേ ചെയ്യാം. അപ്പൊ ഇവൻ അങ്ങനത്തെ ചില ഒറ്റൊരു വീഡിയോ ഇട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോ അച്ഛനെ അമ്മ ചിലപ്പം ഫാമിലിയിൽ ആരെങ്കിലും വിരുന്ന് വന്ന സമയത്ത് ഇരുന്നിട്ടാണ് കാണുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് അത് കുറച്ചൊരു മോശമായിട്ട്
ഇല്ലേ? ഉണ്ട്. അതേ വീഡിയോ തന്നെ ഞങ്ങൾ എല്ലാവരും ഇരിക്കുമ്പോ ഞങ്ങളെ ഫാമിലിയിൽ ഒരാൾ വെച്ചപ്പോ അയ്യോ ഇതെന്തിനാ വെച്ചേ എന്നുള്ള രീതിയിലായി പോയി. നമ്മൾ തന്നെ ഞാൻ തന്നെ ഇപ്പൊ നമ്മളോട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്ന പറയും. അങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വിചാരിക്കും. അതെന്തായിരുന്നു അങ്ങനെ ആ ഒരു ടൈപ്പ് വീഡിയോ ചെയ്യാനുള്ള അങ്ങനെയൊന്നുമില്ല. അന്ന് മറ്റേ ടോവിനോന്റെ ഒരു പടത്തിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അടികൾ പലവിധം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പൊ അതിനോട് മാച്ച് ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉള്ള രീതിയിൽ ഓരോ ട്രെൻഡിനനുസരിച്ച് ഓരോന്നും ചെയ്തു നോക്കിയതാ. അന്ന് ഈ സമയത്ത് അമ്മ എല്ലാരും പേജിൽ ലൈവ് അല്ലായിരുന്നു. അപ്പൊ ഞാനും അമ്മച്ചനും മാത്രമേ ഉള്ളായിരുന്നു എന്നൊക്കെ തോന്നുന്നു. ഞാനും അമ്മച്ചനും കൂടാതെ കുറച്ച് അവന്റെ അടുത്ത് കുറച്ച് ദേഷ്യത്തിലൊക്കെ വീഡിയോക്ക് ഒന്നും കൂടാതിരുന്നത് കുറച്ചൊരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് അവൻ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അമ്മച്ചനും ഞാനും അമ്മമ്മയും പിന്നെ തൊട്ടപ്പുറത്തുള്ള ഫ്രണ്ടും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ചിട്ട് ഡെയിലി കൺസിസ്റ്റന്റ് ആയി പോസ്റ്റ് ചെയ്യാനുള്ള ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെയോ കണ്ടന്റ്സ് എടുത്തിടുന്നതിനെ കൂടുതൽ കണ്ടന്റ് അത്രേ ഉള്ളൂ. അത് നെഗറ്റീവ് ഇമ്പാക്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് ആയിട്ട് തോന്നുന്നു. വലിയ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വന്നിട്ട് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് തോന്നിയില്ല. അങ്ങനത്തെ ഒന്നും ഇല്ല അതില്. അല്ല എന്നാലും ചെയ്ത് വന്ന കണ്ടന്റിനെ വെച്ച് നോക്കുമ്പോ എന്ന് വെച്ചിട്ട് അതില് വേറെ ഒന്നും ഇല്ല. അതിലും വലിയ നെഗറ്റീവ് വീഡിയോസ് ഇപ്പൊ അത്ര വലിയ നെഗറ്റീവ് എന്നൊന്നും പറയാനില്ല. ചിന്തിക്കുമ്പോ അമ്മക്ക് തോന്നിയപ്പോ അമ്മ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അല്ല ഞാനതാ ചോദിച്ചത്. അതായത് എന്താ നന്ദുവും പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ഷെയർ പോയി, ആ രീതി ആൾക്കാർ ശ്രദ്ധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ എന്റെ ബാക്കിയുള്ള കണ്ടന്റ്സിനെ എഫക്ട് ചെയ്യുമോ എന്നുള്ള അങ്ങനത്തെ ടെൻഷൻ ഒന്നും. അതൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെയ്ത വീഡിയോസാ. 8K ഇൻസ്റ്റാഗ്രാമിൽ 8K ഫോളോവേഴ്സും യൂട്യൂബിലൊരു 6-7K ആ ഒരു ടൈമിലാണെന്ന് എന്റെ ഓർമ്മ. അവിടെ 12K അങ്ങനെ എന്താ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉള്ളൂ. പിന്നെ ചെയ്തൊക്കെ ഫാമിലി വീഡിയോ അല്ലേ. പിന്നെ ആ വീഡിയോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ആൾക്കാർ അത് ആ കാലഘട്ടത്തിലും കഴിഞ്ഞു പോയ ഒരു സംഭവമായിട്ട് ആൾക്കാരെ അക്സെപ്റ്റ് ആരും കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. അതെ, ഒരുപാട് ഷെയർ അതെനിക്കൊന്നും ചെക്കന്മാരായിരിക്കണം അവര് ഷെയർ ചെയ്തു പോയൊരു വീഡിയോ. അവർക്ക് ഇല്ല ഒന്നും ഇല്ല അതില്. വേറെ വീഡിയോ കാണിക്കുന്ന വിഷ്വൽസിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഇല്ല. ഈ ഉള്ളി പൊളിക്കും പോലെ പറഞ്ഞ പോലെ പൊളിച്ചു നോക്കിയാ ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഒരു ഫാമിലി ആയിട്ടിരുന്ന് കാണുമ്പോ നമ്മളെ ഡയലോഗ് അങ്ങനെ അത്രേ ഉള്ളൂ. അതുകൊണ്ടൊരു ഇപ്പം ഈ പറയുന്ന പോലെ ഈ നന്ദു ആണെങ്കിൽ നന്ദുവിന്റെ ഒരു ഇഷ്ടം യൂട്യൂബ് കാര്യങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് പ്രണയത്തിലാകുന്നു. അത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അത്രയും ദൂരേന്ന് പ്രണയിച്ചുകൊണ്ട് ഒരാളെ കൊണ്ടുവരാൻ പോകുന്നു. ഫസ്റ്റ് എന്തായിരുന്നു ആ പ്രണയം അറിഞ്ഞപ്പോ എന്തായിരുന്നു വീട്ടുകാരുടെ റിയാക്ഷൻ? ഫസ്റ്റ് അമ്മ, അച്ഛൻ, അനിയത്തി, ഇന്ദു എപ്പോഴാ അറിയുന്നേ? ഇവൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളെടുത്ത് പറയും. എല്ലാ കാര്യം പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലേ അവനെല്ലാം പറയും. അത് ആദ്യമേ തുടങ്ങിയിട്ടേ അങ്ങനെയാണ്. അവന് സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു കുട്ടീനെ വായി നോക്കി അവരെ വന്നിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള നന്ദു ഒരു നമ്മൾ ആ കോവിഡിൻ്റെ ടൈം, അതായത് ഇവന് പോളിയിലൊക്കെ പോളി കഴിയാൻ ലാസ്റ്റ് 3rd ഇയർ ആ സമയത്താണ് കോവിഡ് വരുന്നതൊക്കെ. അപ്പോൾ അന്ന് ആ സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് പറമ്പിലൊക്കെ കുറേ പണി ഉണ്ടാകും. അപ്പം അവിടെ പോയിട്ടൊക്കെ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരും. അതിൻ്റെ ഇടയ്ക്കാണ് ഇവനൊരു ഹായ് എന്നുള്ളൊരു മെസ്സേജ് ഇങ്ങനെ പറഞ്ഞു. റാൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഞാനിങ്ങനെ എയിൽ തുടങ്ങുന്ന കുട്ടികൾക്ക് ഒന്നിച്ചങ്ങ് മെസ്സേജിന് പെൺകുട്ടികൾക്ക്. പിന്നെ അങ്ങനെയാണ് കെയിലെത്തിയപ്പോഴായിരിക്കും കൃഷ്ണപ്രിയയിലെത്തിണ്ടാവുക ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹായില് തിരിച്ചിവളെ അമ്മ ആദ്യമായിട്ട് ഫോൺ തന്നെ വാങ്ങിച്ച ഫോണായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ വാങ്ങിച്ച ഫോൺ. അപ്പൊ ഇവൾ ആ ഹായിക്ക് തിരിച്ച് റിപ്ലൈ ഇട്ടത് ഒന്ന്. അപ്പൊ ഹായ് കൊടുത്തു. അത്രേ ഉണ്ടായുള്ളൂ. ഇവിടെയാണ് ഇപ്പൊ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് അത് അവര് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൺലൈൻ സംസാരിക്കുമായിരുന്നു എന്നുള്ള ഒരു കാര്യം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓക്കെ ആ ഓൺലൈൻ സംസാരം അല്ലാതെ എനിക്ക് ആ കുട്ടീനോട് പ്രണയമാണ് എന്നുള്ള കാര്യം വന്ന് പറഞ്ഞോ? ഇവനിങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് അന്നൊക്കെ ഇവളെ വീഡിയോ കോൾ ചെയ്യുന്ന സമയമൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറയും വേണ്ട മോനെ, പിന്നെ ഒന്നാമത്തത് നമ്മൾ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് വേണ്ട, നമ്മളെ രീതികളൊക്കെ മാറ്റം ഉണ്ടാവും. ഒന്നാമത്തത് ഈ ഞങ്ങളൊരു നാട്ടിൻപുറത്തുകാരാണ്. ഇവര് കുറച്ചും കൂടെ അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഉള്ളവരെ സ്വതവേ എൻ്റെ അച്ഛൻ ഞങ്ങളെ ഫാമിലിയെ അങ്ങോട്ടേക്കുള്ളവരെ അവരെ സംസാര രീതി ഇതൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ടൊരു ദഹിക്കാ മനസ്സിലായില്ലേ? ഞങ്ങളൊരു അത്ര ഇഷ്ടമുള്ള ഒരു ചിന്താഗതി അല്ല എൻ്റെ ഫാമിലിയിലുള്ള അച്ഛനൊന്നും. ഞാൻ തട്ടിവിടല്ല. അത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ പൊതുവെ. ഞാനും ആലപ്പുഴക്കാരിയാണ്. ഞാൻ ഈ സെയിം കാര്യം കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് ഇവിടുന്നുള്ള ആൾക്കാരും അങ്ങോട്ടേക്ക് പെണ്ണ് ആലോചിക്കുന്ന സമയത്ത്
നമ്മുടെ വീട്ടിൽ വന്ന് അടങ്ങി ഒതുങ്ങി നിക്കില്ല അങ്ങനത്തെ, അതായത് നമ്മൾ പറഞ്ഞാല് അക്സെപ്റ്റ് ചെയ്യില്ല, കുറച്ചും കൂടെ ബോൾഡ് ആണ് അവിടെ ഉള്ള പെൺകുട്ടികളെന്നൊരു വർത്താനം. അതെന്നുള്ളതല്ല, സംസാരം പിന്നെ രണ്ട് ഭാഗം എത്തുമ്പോഴേക്കും ഞാനിപ്പോ തന്നെ ദേവുവിന്റെ അടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞു എന്താ അതെടുത്തോ എന്ന് പ്രായമായവരോട് പറയുമ്പോ നമ്മളിവിടെ അതെടുത്തോ എന്ന് പറയുന്നത് പ്രായമായവരോട് എടുത്തോളി അല്ലെങ്കിൽ എടുത്തോളൂ എന്നേ നമ്മള് പറയുള്ളൂ. മറ്റ് റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്ന പോലെയാ ആ ഒരു സംസാര രീതി, നല്ല സംസാര difference രീതി. ഉണ്ട്. അതെ 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 അതെ. നമ്മളവിടെ ഈ ക്രിസ്ത്യൻസിന്റെ ഒരു സംസാര രീതിയാണ് ഇവരെ സംസാരം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഭക്ഷണ രീതികൾ മാറ്റായിരിക്കും മോനെ, സംസ്കാരം മാറ്റാണ്. രണ്ട് ഭാഗങ്ങളാകുമ്പം എന്തിനാ വെറുതെ അതൊന്നും വേണ്ട എന്നിങ്ങനെ ചെയ്യാൻ, അതായത് ജീവിത ശൈലികൾ തമ്മിൽ മാച്ചായി പോകാൻ നല്ല പാട്. അതെ, വേണ്ട എന്ന് കൊറേ പറഞ്ഞതാ അന്നൊക്കെ. ഞാനിങ്ങനെ പിന്നെ ഇവന്റെ അച്ഛൻ്റെ അടുത്ത് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കന്താ അവനല്ലേ, അവന്റെ ജീവിതല്ലേ, അവന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എല്ലാം ഇപ്പൊ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? പിന്നെ എന്നോട് ചോദിക്കുന്ന എന്റെ അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നീ അല്ല ഭൂമി തിരിക്കുന്നത്, അത് ആദ്യം മനസ്സിലാക്കുക എന്നോട് പറയാതെ. എല്ലാം ഇങ്ങനെയൊക്കെ ആഗോള പ്രശ്നമായിട്ട് തലയിലോട്ട് എടുക്കാതിരുന്നാൽ തന്നെ നല്ല സമാധാനം. എന്നോട് പറയാം, ഭൂമി തിരിക്കുന്നത് നീയല്ല, അതുകൊണ്ട് എന്ത് ചെയ്താ മതി, സമാധാനായിട്ട് അവിടെ ഇരുന്നോ, ഭൂമി സ്വന്തം തിരിഞ്ഞോളൂ, നീ ഈ വേണ്ടാത്തതൊന്നും ആലോചിക്കണ്ട. എത്രാമത്തെ വയസ്സിൽ ഇത് അറിയുന്നേ? അത് തുടങ്ങുന്ന ആ സമയം തന്നെ, അതായത് ഇവൻ അന്ന് ഒരു 20 വയസ്സ് 21 വയസ്സൊക്കെ 21 വയസ്സായി ഉണ്ടാവും. 21 വയസ്സൊക്കെ ആവാറുണ്ടാവും. ആ ഒരു ടൈമിൽ ഓൾറെഡി മറ്റേ പേരൻസിന് ഒരു കൺസേൺ ഉണ്ടാവും, സീരിയസ് ആണോ, ഇത് എവിടെ വരെ എത്തും എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. അന്ന് ഞാൻ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞേ, എടോ പൊട്ടാ, ഈ മനസ്സിലാക്കണം, ഇപ്പുറത്ത് മെസ്സേജ് ഇടുന്ന ഏതെങ്കിലും ചെക്കനായിരിക്കും, അത് നിനക്കറിയാതെ ഈ അവിടെ ചെല്ലുമ്പോണ്ടാവും ഏതെങ്കിലും ചെക്കന്മാരെങ്ങനെ ഇളിച്ച് നിന്നെയും കാത്ത് നിൽക്കുന്നത്, അത് ഈ മനസ്സിലാക്കിക്കോ, അവിടെ പോയാൽ അതൊന്നും ഈ പോയ സ്ഥലത്ത്. എന്നിട്ട് ഇവന് എന്ത് ചെയ്തെന്നറിയോ, ഞങ്ങൾ അന്ന് എന്റെ വീട്ടിൽ ഈ കോവിഡിന്റെ ടൈമില് ഒരു രാത്രി ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് ഒന്ന് പോകുന്ന, പോലീസ് പിടിക്കുമോ നോക്കണല്ലോ. അപ്പൊ വീട്ടിലെത്തി, അപ്പൊ അവിടുന്ന് ചേച്ചീന്റെ അവിടെ അവരെ വീട്ടിലുള്ള ഒരു കുട്ടി പാലക്കാട് പോകുന്നുണ്ട്. ആ കോവിഡിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ സമയത്താണ്. കോവിഡ് തുടങ്ങുന്നതിന് മുമ്പേ കോവിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്നുള്ളൊരിത് വന്ന് കൊറോണ വരുന്നുണ്ട് എന്നുള്ളത് ആ പേടിക്കാൻ തുടങ്ങിയ ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ ആക്കാൻ പോവാണ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയ ടൈം അപ്പോഴാണ് പോണത്. ലോക്ക്ഡൌൺ ആണ്, ഇന്ന ദിവസം ലോക്ക്ഡൌൺ ആണെന്നുള്ള ഇത്രാമത്തെ ദിവസം ലോക്ക്ഡൌൺ വരും, മാസ്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങണോ, അങ്ങനെ ഒരു ടൈം, അങ്ങനെ സ്റ്റാർട്ടിങ്, അതായത് എല്ലാരും പാനിക് ആവാൻ തുടങ്ങുന്ന ടൈം. ഇന്ന ടൈം ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞ കോളേജ് എല്ലാം അടച്ച് എല്ലാരും വിടുന്ന ടൈം. അപ്പൊ എന്താ എന്നിട്ട് ഇവന് അവിടെ നിന്ന് ഒരു കുട്ടി, ഇവള് പഠിച്ചത് പാലക്കാടല്ലേ, പാലക്കാടേക്ക് അവൻ എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അവന്റെ വണ്ടിയിൽ ഇവൻ പാലക്കാട് പോയി, ഞങ്ങളോട് പറയാതെ. ഇവൻ ചേച്ചീന്റെ വീട്ടിൽ അന്ന് രാത്രി അവിടെയാ താമസിക്കുന്ന പറഞ്ഞിട്ട്, എന്റെ വീടിന്റെ അടുത്ത് തന്നെ ചേച്ചീന്റെ വീട്. അവിടെ പോയപ്പോ അവന്റെ കൂടെ അവന്റെ വണ്ടിയിൽ പാലക്കാട് പോയി. പാലക്കാട് പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൻ പാലക്കാട് പോയി എന്നുള്ളത്. ഇവൻ അവിടെ പോയിട്ട് കണ്ട് പെൺകുട്ടിയാണ് എന്നുള്ളത് പെൺകുട്ടിയാണ്. തിരിച്ചു വന്നതിനോട് പറഞ്ഞു, അമ്മയല്ലേ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കൊറേ എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് എന്തിന്റെ അത്രയും ദൂരം പോയി പെൺകുട്ടിയാണോ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനിത് നമ്മളിതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇവൻ എന്നിട്ടാണ് അവിടെ പോയി നോക്കിയത്. അപ്പൊ പിന്നെ ഇവൻ അത് തന്നെ മതി, എനിക്ക് വേറെ വേണ്ട. പിന്നെ ഞാൻ ലാസ്റ്റ് ഒക്കെ എപ്പോഴും ഞാൻ പറയുന്നു, വേണ്ട മോനെ. അപ്പൊ എന്നോട് ഒരു അമ്മ വേണ്ടെന്ന് അമ്മ പറയുകയാണെങ്കിൽ വേണ്ട, പിന്നെ ഞാൻ വേറെ എന്നോട് കല്യാണക്കാര്യത്തിനെ പറ്റിയിട്ട് പിന്നെ പറയണ്ട, കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ മതി, ഇത് മതി എന്നുള്ളത് അങ്ങനെയും പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനും എന്റെ അടുത്ത് അറിയുന്ന പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് പാസ് ചെയ്യല്ലോ. പിന്നെ ഇവിടെ നിന്നൊന്നും ചോദ്യങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാവില്ല. ഇനിയിപ്പോ മോളെന്ത് പറഞ്ഞാലും അതൊക്കെ ഞാൻ കേട്ട് നേരെ അത് അച്ഛൻ്റെ അടുത്തേക്ക് എത്തും. അതപ്പോ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഏട്ടനോട് പറയും. ഏട്ടൻ ചോദിക്കൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അറിയണല്ലോ. അത്രേ ഉള്ളൂ. കുട്ടികളല്ലേ ഒരു കാര്യം. എന്റെ അടുത്ത് എന്നെ സമാധാനിപ്പിക്കും, ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അല്ലാതെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയൊന്നുമില്ല. അങ്ങനെയാണ് കൃഷ്ണപ്രിയ ഇവിടെ. അതെ, ഏട്ടൻ എപ്പം ഇവിടുന്ന് രാത്രിയൊക്കെ ആയിരിക്കും ഇങ്ങനെ പോവാ ചേച്ചിനെ കാണാൻ പോവല്ലോ. അമ്മ വേഗം അത് മനസ്സിലാക്കട്ടെ. അമ്മ പറയാ, അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ, കുഞ്ഞേട്ട അവൻ എന്തോ ഒപ്പിക്കാനാണ് എന്നോടും പറയും.
പിന്നെ ഏട്ടനങ്ങ് പോവാ ചെയ്യാം, നമ്മള് കാണൂല. കൊറേ എവിടെങ്കിലും ഒക്കെ എത്തിയിട്ടേക്കും വിളിച്ചു പറയാൻ ഞാൻ പോവാണ്. അപ്പോഴേക്കും പിന്നെ അമ്മേടെ സ്വഭാവം ആകെ മാറും. അച്ഛന് ഇവിടെ ഉണ്ടാവില്ല, ഞാനും അമ്മ ശരിക്കും സത്യമായിട്ടും തീരെ ഇഷ്ടമില്ല പോകുന്ന. അങ്ങനെ വെറുതെ പോകുന്ന ഫുൾ സീനായി. ഏട്ടൻ വീട്ടിലങ്ങ് പോയാ പിന്നെ ഏട്ടൻ ഇവിടുത്തെ അറിയില്ലല്ലോ, പിന്നെ ഇവിടെ ആകെ അങ്ങ് മാറി. ഞാനും അമ്മ മാത്ര. അമ്മ അതൊരു ഭീകരാന്തരീക്ഷം കാണുന്നത് ഹിന്ദുവാണ്. ഭീകരാന്തരീക്ഷല്ല, എന്റെ ടെൻഷൻ മുഴുവനും എന്നെ ഒരുപാട് അങ്ങനത്തെ ഈ സിറ്റുവേഷനുകള് അതൊക്കെ ഇവനങ്ങ് ഓടിപ്പോയില്ലേ, അതിലൊക്കെ എന്റെ ആ സങ്കടത്തിൽ എന്നെ സമാധാനിപ്പിക്കാനും ഇതിനൊക്കെ കൂടെ ഉണ്ടാകുക എപ്പോഴും മോളാ. അവള് സാരല്ലേ അമ്മേ എന്ന് പറഞ്ഞിട്ട് അല്ല, അങ്ങനെയല്ല, എപ്പോഴും കൂടെ അത് അവളാണ്. ഇവനങ്ങ് പോയി കഴിഞ്ഞാലും പിന്നെ കാണാതെ തോന്ന ദിവസമൊന്നും ഇവനെ നിക്കലില്ല കേട്ടോ. 2 ദിവസമൊക്കെ 3 ദിവസമൊക്കെ എന്നുള്ളതല്ലാതെ വർക്കിന് പോവാണെങ്കിലോ അവളെ അടുത്ത് പോയാലും അപ്പോഴേക്കും പിന്നെ കാണാനൊന്ന് വരും എന്തായാലും, അല്ലാതെ ഇതുവരെ പോവില്ല. അറിയാം, എനിക്ക് തോന്നുന്നു വിഷയമായി എന്ന് കണ്ടിട്ടാണ് മാറി നിൽക്കുന്നത്. 2 ദിവസത്തേക്ക് ഒന്ന് ഒതുങ്ങാൻ വേണ്ടി മാറി നിൽക്കുന്നതാണ്. അല്ല, അത് കാണാൻ പോയി കഴിഞ്ഞാൽ കൃഷ്ണപ്രിയനോട് ചോദിച്ചാൽ ഇവരുണ്ടവിടെ എവിടെ കറങ്ങാൻ പോണെന്നുള്ളത്. ഇനിയിപ്പൊ പറഞ്ഞോ കല്യാണം കഴിഞ്ഞില്ല, ഇനിയിപ്പോ വിഷയമൊന്നും ഇല്ല പറഞ്ഞോ. ഞങ്ങള് പാലക്കാട് ഉണ്ടാവും കാണും, കാരണം ഇവിടുന്ന് ദൂരം ഉണ്ടല്ലോ. പിന്നെ ചിലപ്പോ ഞാൻ കോളേജിലായിരിക്കും, ചിലപ്പോ നന്ദു അപ്പൊ ഞാൻ എന്റെ ക്ലാസ് കഴിയുമ്പോഴായിരിക്കും നന്ദു എത്തുന്നത്. പിന്നെ കണ്ട് സംസാരിച്ച് തിരിച്ചു വരുമ്പോ ഒരു സമയം, ചിലപ്പോ ഞാൻ പോസ്റ്റിങ്ങിലായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ കാണുന്നത്. അങ്ങനെ അധികം നേരം കാണാൻ കിട്ടുന്ന ചിലപ്പോഴൊക്കെ ഉള്ളൂ. ചിലപ്പോ കുറച്ചു നേരം കാണും, 10 മിനിറ്റ് കാണാനാണെങ്കിൽ നന്ദു ചിലപ്പോ ഇവിടെ ഓടി വരാറുണ്ട്. അതെ, ലവ് ആയിരുന്നു അങ്ങ്. എപ്പോഴാ ഇന്ദു ഇവരുടെ ഈ ട്രൂ ലവിനെ പറ്റി അറിയുന്നത് എപ്പോഴാ? സത്യം പറഞ്ഞ ഞാന് ഏട്ടൻ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ വിചാരിക്കാൻ വീഡിയോ കോൾ ചെയ്യുന്നതാണ് എന്നോട് ഹായ് പറയാൻ ഞാൻ എത്ര പറയും, ഞാൻ ഞാൻ വലിയ സീരിയസ് ആക്കി എടുക്കാറില്ല. കാരണം ലോങ് ഡിസ്റ്റൻസ് ആണ്, എത്ര കാലം പോവും എനിക്ക് ഒന്നുമില്ലേ, ഞാൻ കെയർ ചെയ്യാറില്ല. ഞാൻ സംസാരിക്കാറ്, ഞാൻ കുറച്ച് ഞങ്ങൾ അധികം സംസാരിച്ചില്ല, സംസാരിക്കാൻ താല്പര്യമില്ല, സംസാരിക്കാൻ പോവാറില്ല. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത്, ഇവിടെ നിൽക്കുന്ന ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രം സംസാരിക്കാറുള്ളൂ, നേരിട്ട് കണ്ട് സംസാരമുള്ളൂ. പിന്നെ ഇവര് രാത്രിയൊക്കെ, എന്റെ റൂം അടുത്തടുത്താണല്ലോ, ഇവരിങ്ങനെ സംസാരിക്കുന്നേക്കും രാത്രിയൊക്കെ. അല്ല കേൾക്കാൻ മീൻസ് അതായത് അങ്ങനെ ക്ലിയർ അല്ല, അതൊരു സത്യാട്ടോ. ഞാൻ ഇവിടെ താഴെ കിടക്കുന്നു. ചിലപ്പോ രാവിലെ ഉണ്ടാവും 6 മണിയാവുമ്പോ ഞാൻ വിചാരിക്കും ഇവർക്കൊന്നും ഉറക്കല്ലേന്ന്. തീർന്നില്ലേ ഇതൊക്കെ? ഇതെന്താ സംസാരിക്കാണ് സംശയം. ചിലപ്പോ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ അവിടെ വീഡിയോ കോൾ തുറന്നു വെച്ചിട്ടുണ്ടാവും. അന്ന് വരയായിരുന്നു, ചിത്രം വര. ഇവൻ ചിത്രം വരച്ചു പോയി, നന്നായി വരയ്ക്കുമായിരുന്നു. ഗ്രീറ്റ് ഇട്ടിട്ട് നന്നായി വരയ്ക്കുന്നു. അപ്പോഴൊക്കെ ഇവര് വീഡിയോ കോൾ ചെയ്യും, അങ്ങനെയാണ്. പിന്നെ സീരിയസ് ആയി മനസ്സിലായി. പിന്നെ ഇതില് മിക്ക സമയം ഞാൻ ഇവിടെ അല്ലേന്നു, ഞാൻ ഫുൾ ഔട്ട് ഓഫ് സീനാണ്, വീട്ടിൽ തന്നെ അല്ലേന്നു. ഞാൻ ഇവിടെ വരുമ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞുള്ളൂ. കല്യാണം തന്നെ അവരോട് പറഞ്ഞില്ലേന്നു കേട്ടോ. ശരിക്കും കല്യാണം അല്ല, ശരിക്കും അവളെ അടുത്ത് അങ്ങനത്തെ അവളെ വെറുതെ പഠിക്കുന്ന എന്താടാ ഇവൻ എപ്പോഴും അവളങ്ങനെ കളിയാക്കും. അതെന്തോ പഠിക്കുക. ഞാൻ അറിഞ്ഞ എന്റെ കസിൻ പറഞ്ഞിട്ടാണ്, അമ്മിനിയേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞവരെ കല്യാണം ഉണ്ട്. സത്യം പറഞ്ഞ അങ്ങനെ സങ്കടമായിരുന്നു. കിട്ടി, കണ്ടന്റ് കിട്ടി. അല്ല അതെന്താ അങ്ങനെ? നന്ദു എന്താ അങ്ങനെ? നന്ദല്ല അങ്ങനല്ല, എന്തുപോലെ ഹോസ്റ്റലിലായിരുന്നോണ്ട് ഞാൻ അവള് പഠിക്കുന്ന സമയത്ത് വിളിക്കലൊന്നും ഉണ്ടായില്ല. ഇല്ല, പഠിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇന്ദുമോളോട് മൈൻഡ് ഇതാണെന്ന് വെച്ച് പറഞ്ഞില്ല. കാരണം ചേട്ടന്റെ കല്യാണം എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ നിക്കുന്നത് ഇപ്പൊ അങ്ങനെയാണ്. അനിയത്തിമാർക്കായിരിക്കുമല്ലോ അങ്ങനെ ഫുൾ ഒരു ഇത് വരിക. അപ്പൊ വെറുതെ ആ ഒരു ടൈമില് പറഞ്ഞ് മൈൻഡ് ഇതാക്കണതെന്ന് പറയാഞ്ഞതാണ്. അല്ല എന്നാലും എന്താ പറയുന്നേ, ആ ഒരു സാധനം ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടാണ് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. എന്താ കസിൻ എന്താ ചോദിക്കുന്ന ഫസ്റ്റ്? അറിഞ്ഞില്ലേന്ന് ചോദിച്ചിട്ടുണ്ടാവും. ആണോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എന്തോന്ന് അറിയത്. ഞങ്ങൾ അവള് പഠിക്കുന്ന സമയത്ത് ശരിക്ക് വെറുതെ പറയണ്ട എന്നുള്ള ആ ഒരു, അതായത് പിന്നെ കല്യാണം ഇത്ര തിരക്കാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. നന്ദുവിന് ഒരുപാട് 26 വയസ്സ് ആയിട്ടല്ലേ ഉള്ളു, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. പിന്നെ എന്തോ പെട്ടെന്ന് ഇങ്ങനെ കല്യാണമായി. നമ്മളല്ലല്ലോ, ഏട്ടൻ പറയുന്ന പോലെ ഞാനല്ലല്ലോ ഭൂമി തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന സമയം ആർക്കായിരുന്നു അതായത് ഇത്രയും സ്പീഡിലാക്കുന്നത്, കല്യാണം ഇത്രയും സ്പീഡ് ആവാനുള്ള മെയിൻ കാരണം? എന്റെ വീട്ടില്
ആ അതെ പിന്നെ പെൺകുട്ടീനെ സംബന്ധിച്ച് ആ, അതെ. കല്യാണത്തിന്റെ ആ ഒരു age പ്രായമായി. പ്രശ്നമായപ്പോ. അവര് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം പറഞ്ഞത് കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്നോട് പറഞ്ഞ മേല് കല്യാണം ഉണ്ടാവുന്നേ 25 ആദ്യം പറഞ്ഞു, 25. അപ്പൊ പിന്നെ എന്റെ ചേച്ചി വിളിച്ച ഹോസ്റ്റലിൽ ചേച്ചിനെ രണ്ടും സംസാരിക്കാൻ വെച്ച് വിളിച്ചിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞ 21 കല്യാണം. ആരുടെ 21 രേപ്പന്റെ കല്യാണം മാത്രമേ ഉള്ളൂ ഇപ്പൊ. 21 ഞാൻ അമ്മേനെ അപ്പ വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടാണ് ചേച്ചിനെ വിളിച്ചത്. എന്നിട്ടും എന്നോട് കല്യാണം പറഞ്ഞില്ല. നല്ല സങ്കടം. അതെന്താ അത് ഭയങ്കര അച്ഛനും പറയാൻ തോന്നിയില്ല. നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇല്ലല്ല ഞാൻ പറഞ്ഞു, അതൊരു ന്യായമാണോ അല്ലേ? എല്ലാവർക്കും അറിയാം. അല്ല ഹോസ്റ്റലായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനില് പിന്നെ ആ ഒരു എക്സാമോ അതായത് അപ്പൊ കല്യാണത്തിന് എത്ര ദിവസം ഉള്ളപ്പോഴാണ് അറിയുന്നേ? ഞാൻ ഏപ്രിലാണ് അറിയുന്നേ. അല്ല മെയ് ഇവര് തീരുമാനിച്ചു. പക്ഷെ ഞാൻ വീട്ടിലുള്ള ഒരാളല്ലേ. അപ്പൊ മെയ് 21 അറിയാം. ഇതിപ്പോ ഇവിടെ ചെറിയ കുട്ടിയുടെ നമ്മൾ എല്ലാ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ്. അതിലൊരു ന്യായം ഇല്ല കേട്ടോ. ഞാൻ ഹിന്ദുവിന്റെ ഭാഗത്തെ നിൽക്കത്തോളൂ. സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം. അല്ല എന്ന് വെച്ചാല് അല്ല എന്നെനിക്ക് മനസ്സിലാവും. ഞാനും എന്റെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയാ. അപ്പം സെയിം അങ്ങനെ എന്റെ ബ്രദറിന്റെ ഒരു വിവാഹമാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് നമുക്കത് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാ അതെന്തുകൊണ്ട് അങ്ങനെ മനഃപൂർവ്വം പറയാതിരുന്നാണോ? പഠിക്കല്ലേ, പഠിച്ചോട്ടെ. എക്സാം ആവാനായതല്ലേ, പിന്നെ അതിന്റെ ഇടയിൽ കല്യാണത്തിന്റെ തിരക്കിലേക്ക് ഇത് മൈൻഡ് മൈൻഡ് വെറുതെ അത്ര മാത്രമേ ചിന്തിച്ചുള്ളൂ. കാരണം അങ്ങനെയല്ല, നന്നായി പഠിക്കുന്ന അതല്ല. ആക്കി പറയുമല്ലോ. ഈശ്വരാ, ഈ കുട്ടീനെ ഏത് സമയം തേജോവധം ചെയ്യുന്ന പണി അവന്. കുഴപ്പമൊന്നുമില്ല. ഇവര് തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? 5 വയസ്സ്. കൊച്ചിലെ മുതൽ ഇങ്ങനെയാണോ? ഇവനാ കൊറേ ഇവളെ നോക്കിയിരുന്നു. ഇവരുണ്ടാവൂലല്ലോ ഇവിടെ എപ്പോഴും, കുറവല്ലേ ഉണ്ടാവുക. ആ അവൻ കൊറേ അതായത് കുഞ്ഞിലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നതാണ്. അങ്ങനെയാണോ? നല്ല വികൃതിയും കാണിക്കും, കൊണ്ടു നടക്കുകയും ചെയ്യും. അടിയൊക്കെ അതിപ്പോഴും അതെ. ഇവര് എന്നെ തല്ലില്ല. തല്ലിയതില്ല. ഇവൻ അവള് നല്ല പോലെ ഇങ്ങോട്ട് കൊടുക്കും. എന്നെ വെറുപ്പിച്ചിട്ടില്ല. അതെ, ഇവൻ ഭയങ്കര അങ്ങനെയാ. ഇവൻ അതായത് ഭയങ്കര ദേഹോപദ്രവം ഇല്ല, പക്ഷെ ഇത് ഇങ്ങനെ കളിയാക്കും. അങ്ങനെയാണോ? എന്താ പറയാ, ചെയ്യാൻ പറ്റില്ല. ഒരു സാഡിസ്റ്റ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ, മറ്റുള്ളവരെങ്ങനെ ഉപദ്രവിക്കും. വാക്കിന്റെ അർത്ഥം അറിയാതെ ഇങ്ങനെ സാഡിസ്റ്റ് എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? അങ്ങനെ സാഡിസ്റ്റ് എന്നല്ല, അതായത് വെറുപ്പിക്കും. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെറുപ്പിക്കും. ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ അമ്മ കരയാൻ കഴിഞ്ഞു. ഭയങ്കര ഞാൻ അന്ന് പറഞ്ഞ പോലെ കരയുമ്പോ നമ്മളെ ആശ്വസിപ്പിക്കത്തൊന്നും അത് ഓൾറെഡി ദൈവവും പറഞ്ഞു. അല്ല അതിതാ കുഞ്ഞേട്ടെ കരഞ്ഞോ, കുറച്ചുകൂടെ കരഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെയുള്ളൂ. നമ്മളോട് കരഞ്ഞോന്ന് പറഞ്ഞിട്ട് അവരവരുടെ പണി അല്ല, പണി നോക്കി പോകുന്നില്ല. അല്ല, കുറച്ചും കൂടെ ഇങ്ങനെ മുളക് തേക്കൂലേ പറഞ്ഞോണ്ടിരിക്കും. അല്ലാതെ ഇതുവരെ ആശ്വസിപ്പിച്ചിട്ടില്ല. ഇല്ല. അതിപ്പോ നിങ്ങളങ്ങ് യൂസ്ഡ് ആയി. അതുമായിട്ട് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്നെ കരയാൻ തോന്നാറുമില്ല. ആരെ കാണിക്കാനാണ്? അല്ല, ഞാൻ എപ്പോഴും കരി കേട്ടോ. ഞാനും മാറിയുന്നുണ്ട്. അതൊരു ശരിക്കില്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആശ്വസിപ്പിക്കാൻ ഇവരാരും വരുമെന്നുള്ള പ്രതീക്ഷ. അതല്ല ഞാൻ കുഞ്ഞേട്ടൻ്റെ അടുത്ത് ചിലപ്പോ പറയാ എന്താന്നറിയോ, ഞാൻ ചിലപ്പോ സാരല്ല, എന്നെ വാവേന്നാ വിളിക്കുക, സാരല്ല വാവേ പോട്ടെ, ഞാൻ അത്ര മതി. ഇത് അവിടെ അതല്ല. തുടങ്ങിയോ, കുറച്ചേരം കൊണ്ട് പറഞ്ഞൂടി, ഇതെന്റെ സ്ഥിരം പതിവല്ലേ. നമ്മൾ ഇത് ഇത്രയൊന്നും വേണ്ട, പെണ്ണുങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇത് എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോ സാരല്ലോ അത്രയൊന്നും നമുക്ക് എന്തൊരു പറയാത്തേ പറയാൻ തോന്നണ്ടേ. ഈഗോ ആണല്ലേ? അല്ലേ? അതല്ലേ? അങ്ങനല്ല, ചിലപ്പോ പറയൂട്ടോ. ചിലപ്പോ അച്ഛൻ ഞാൻ പറഞ്ഞേ എനിക്ക് വേണ്ട എന്റർടൈൻമെന്റ്. അല്ല, ഞാൻ പൊതുവെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് നമ്മളിങ്ങനെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞാല് പോട്ടേട്ടോ, എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് അഹങ്കരിച്ചാലോ എന്നുള്ളൊരു സാധനം ഉണ്ടെന്ന്. അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ കേട്ട് സുഖിക്കണ്ട എന്നൊരു സാധനം ഉണ്ടെന്ന്. എന്തോ പ്രശ്നമാണ്, അതുകൊണ്ടാ വിഴുങ്ങിയെന്ന്. പിന്നെ ഒരു കാര്യം, ഇവൻ ഇത്രയൊക്കെ പറഞ്ഞു ഇവളെ കാണാൻ ഇവിടെയൊക്കെ പോയിരുന്നല്ലോ, പൈസ ആരാ കൊടുക്കുക? അതാച്ചേ. എല്ലാ അച്ഛനും അങ്ങനെയൊന്നും എല്ലാ പ്രാവശ്യം അച്ഛൻ തന്നതല്ല. എന്നാലും അച്ഛൻ സപ്പോർട്ട് ചെയ്യാനെന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവൻ പിന്നെ ദേവുവിനോട് ചെയ്തൊരു ചലഞ്ചും കൂടെ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഡോളർ അത് ഞാൻ പറഞ്ഞ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് ഞാന് നഴ്സിംഗ് പഠിക്കായിരുന്നല്ലോ, അപ്പൊ എനിക്ക് പുറത്തു പോകാനായിരുന്നു താല്പര്യം. അതിപ്പോ കൊറേ വീഡിയോസിൽ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതിനുവേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതുവാ. അപ്പൊ ഞാൻ പഠിച്ചോണ്ട് ഒരു 3rd year പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാനെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാനിങ്ങനെ 2 വർഷം കഴിയുമ്പോൾ $1 ഉണ്ടാക്കും. അന്ന് യൂട്യൂബൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അതിനകത്ത് തുടങ്ങി കുറച്ച് വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ നടന്നോ, ഞാൻ 2 വർഷം കഴിയുമ്പോൾ $1 ഉണ്ടാക്കും, അപ്പൊ നീ കണ്ടോ, അപ്പൊ നീ ഇങ്ങനെ ചെയ്യാന്ന് വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നന്ദു അതന്ന് വീഡിയോ എടുത്ത് വെച്ചു. എന്നിട്ട് നന്ദു വീഡിയോ നന്ദു പറഞ്ഞ ഞാൻ 2 വർഷം ഞാൻ ചിലപ്പോ എന്തെങ്കിലും പണി ചെയ്ത് സാധാ എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അവിടെ ആ വീഡിയോ അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് നോക്കാന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് 1 വർഷം ഇപ്പൊ നന്ദൻ $1 ഉണ്ടാക്കാൻ തുടങ്ങി. ഞാനിവിടെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഞാനത് മറക്കാൻ ശ്രമിക്കുമ്പോ നന്ദു അതെടുത്ത് അല്ല. പിന്നെ ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ വീട്ടില് ഉള്ള സമയത്ത് എനിക്ക് ഇങ്ങനെ മെയിലൊക്കെ അയക്കും ആ വീഡിയോ, അതെടുത്തിരുന്ന് കാണാൻ പറഞ്ഞിട്ട് മെയിലൊക്കെ. അല്ലാതെ കുഴപ്പമില്ല, നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നീ വിഷമിക്കണം അങ്ങനെ പറയൂല. എനിക്ക് പോണെന്നുണ്ട് നന്ദുട്ടാ അപ്പ വീഡിയോ ഇങ്ങനെ എടുത്ത് അടക്കില്ല. പോവാൻ വേണ്ടിട്ടുള്ള സാധനങ്ങൾക്കുള്ള ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതുണ്ട്, എനിക്ക് പഠിക്കാനുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ എന്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വിഷമം എനിക്ക് പോണമെന്നുണ്ട് ഇന്ന് കണ്ടോന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് മെയിൽ അയച്ചു തരും, അല്ലെങ്കിൽ വാട്സപ്പിലെ വീഡിയോ അയച്ചു തരും. ഇപ്പോഴും വീഡിയോ കയ്യിലുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെക്കും, ഇങ്ങനെ കാണിക്കും, കണ്ടില്ലേ ഞാൻ ഉണ്ടാക്കി, നീ $1 ഉണ്ടാക്കിയോ എന്ന് ചോദിക്കും. ഇത് തന്നെയാണ് അമ്മേന്റെ അടുത്തും അനിയത്തിന്റെ അടുത്തും ആണോ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും? ഇല്ല, ഇത് കാര്യായിട്ട് എനിക്ക് മേത്തോടുന്ന ഇഷ്ടമല്ല. അപ്പൊ ആദ്യം തന്നെ മേത്തോട്ട് വെറുപ്പിക്കുന്ന പണി ഇക്കിലാക്കിയ. ഇപ്പൊ ഇക്കിളില്ല, അത്ര ഇക്കിളി മാക്സിമം പോയിട്ടുണ്ട്. ഇപ്പൊ ഏട്ട ഇക്കിലൊക്കെ മാത്രമേ എനിക്ക് ഇക്കിളൂ, വേറെ ആരും ഇക്കിളില്ല. അങ്ങനെ തന്നെ വെറുപ്പിച്ച് ഞാൻ കരയുന്നു. പിന്നെ മനസ്സിലായി കരഞ്ഞിട്ട് കാര്യമില്ല, കരച്ചിൽ നിർത്തി. പിന്നെ ഇക്കിലൊക്കെ നിന്ന് കൊടുക്കും. ശരിക്കും ഇവനൊരു പ്രത്യേക ഒരു സ്വഭാവ. മോള് പറയേ രാത്രി മോളെ റൂമിൽ കിടക്കുന്ന സമയത്ത് ഇവള് ഒരു ദിവസം കയറി കിടന്ന് റൂമിന്റെ ഡോർ അടച്ച് ലോക്ക് ഇട്ട്. ഇല്ലല്ല, ഞാൻ സീരീസ് കാണാൻ വേണ്ടി ഇവിടുന്ന് വേഗം ഫുഡ് കഴിച്ച് പോയിരുന്നു. എന്റെ മുന്നേ ഏട്ടൻ പോയത് ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങനെ കിടക്കരുത് അമ്മയ്ക്ക് അച്ഛനും പറഞ്ഞ സീരീസ് കാണുകയാണല്ലോ കേട്ടോ. ഞാൻ ഫോൺ ഇങ്ങനെ എടുത്ത് കാണാതെ വെച്ച് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു കാലിൽ കൈയൊന്ന് വിളിച്ച് ഞാൻ ഞെട്ടിയില്ലേ. ഓ പിന്നെ ഇങ്ങനെ തലയും ഇവൻ കട്ടിലിന്റെ ചോട്ടിൽ ആദ്യമേ പോയി കിടക്കുക. എന്തൊക്കെ സ്വഭാവങ്ങളാ. പിന്നെ കർട്ടന്റെ ബാക്കിലുണ്ടാവും ചിലപ്പോ. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ റൂമിൽ കയറുമ്പോ കർട്ടനും ടോയ്ലറ്റും കട്ടിന്റെ അടിയും നോക്കിയിട്ട് ഞാൻ വാതിലാണ്. അത് എനിക്ക് ഒറ്റ കിടക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. സീരീസ് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഒറ്റ കിടക്കാൻ തുടങ്ങി. അപ്പൊ ഏട്ടൻ അങ്ങനെ വരെയും കൂടെ ചെയ്ത പേടിയായി പോകില്ലേ, അങ്ങനെ ഭയങ്കര ധൈര്യം. അത് ശരിക്കും അത് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തവൻ തരും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതെന്നുള്ളതേ, ആ പ്രേതം വരുന്ന പോലെ കാല് പോയി പിടിക്കുക. പിന്നെ അച്ഛനും അമ്മയൊക്കെ പോകുമ്പോ ഏട്ട പവർ ഓഫ് ആക്കും ചിലപ്പോ. പിന്നെ അവിടെ പ്രേതാലയായിരിക്കും. ഇതിന് ഓടി അവളെ അരയാ അവന്റെ. അതെ, ദേവു വന്നതിന് ശേഷം പരിപാടി. ദേവു വന്ന ശേഷം മോളിലല്ലേ ദേവു ഇവര് കിടക്കുന്നത്, ഞങ്ങളെ റൂമ് താഴെ. ഇടയ്ക്ക് മോളിൽ ഇങ്ങനെ ഓടി കളിക്കുന്ന ശബ്ദം കേൾക്കാം. ഞാൻ എന്തുമോട് പറഞ്ഞു, മോളെ ഞങ്ങളെല്ലാവരും താഴെ ഇരിക്കും. ഞാൻ മോളെ മോളിൽ നിന്ന് കുറച്ചു നേരം ഓടുന്നു. ഞാൻ വെള്ളോട്ട് ദേവനോട് ഇതാണ് താഴെ, ഞങ്ങൾ ഇത് കേട്ടാ കിടക്കുന്നത്. എന്നെ വെറുപ്പിക്കുന്നതാ, ഇതുപോലെ എന്നെ വെറുപ്പിക്കുന്നതാ. അപ്പൊ എനിക്ക് പേടിയാവുമ്പോ ഞാൻ ഓടാൻ ശ്രമിക്കണം. പക്ഷെ ഓടി താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതിനുമ്പോ നന്ദി ഡോർ ലോക്ക് ചെയ്തിട്ട് ആ ഡോറിനോടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഓടും.